ഹലോ മക്കളെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജ് ഓഫ് DBMS. നമുക്ക് 5 മാർക്കിന് എസ് പാർട്ടിൽ വരാറുണ്ട്, ദെൻ പാർട്ടായിട്ട് വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് DBMS നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് കൺട്രോളിങ് ഡേറ്റ റിഡൻഡൻസി. കൺട്രോളിങ് ഡേറ്റ റിഡൻഡൻസി. എന്താണ് ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ വിളിക്കുന്ന പേരാണിത് ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഈ പറഞ്ഞ DBMSൽ ഒരു സെൻട്രലൈസ്ഡ് മാനറിലായിരിക്കും ഡേറ്റാസിനെ എല്ലാം ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും ഡ്യൂപ്ലിക്കേഷൻ ഫോം ഓഫ് ഡേറ്റ കാണത്തില്ല, അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേറ്റ കൺസിസ്റ്റൻസി. എന്താണ് ഡേറ്റ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ? കാരണം നമ്മൾ സെയിം ഡേറ്റയുടെ ഡിഫറെന്റ് കോപ്പീസിൽ സെയിം വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് ഡേറ്റ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അടുത്ത ഡേറ്റ ഇൻറ്റഗ്രിറ്റി. ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഓവറോൾ കംപ്ലീറ്റ്നെസ്, ദെൻ അക്യുറസി, കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ. അതിനെന്ത് വിളിക്കാം? ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് വിളിക്കാൻ പറ്റും. അപ്പം ഡേറ്റ റിഡൻഡൻസി, ഡേറ്റ കൺസിസ്റ്റൻസി, ഡേറ്റ ഇൻറ്റഗ്രിറ്റി. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് പറയുവാണ് ഡേറ്റ സെക്യൂരിറ്റി. നമുക്ക് ഈ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻസ് ഇല്ല. നമുക്ക് പല ആൾക്കാരും എന്താണ് നമ്മുടെ ഡേറ്റാബേസിൽ ഡേറ്റാസിന് എന്താണ് ഡിസ്ട്രാക്ഷൻസ് വരുത്താറുണ്ട്, മോഡിഫിക്കേഷൻസ് വരുത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് സെക്യൂരിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മളെ ഈ പറഞ്ഞ DBMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഷെയറിംഗ് ആണ്. ജസ്റ്റ് ഷെയറിംഗ് ഓഫ് ഡേറ്റ. ഷെയറിംഗ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് യൂസേഴ്സിന് നമ്മളെ സൈമിൾട്ടേനിയസ്ലി നമുക്ക് ഡേറ്റാസിനെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി കേട്ടോ. നെക്സ്റ്റ് നോക്കാം എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്. എന്താണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ? എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റാബേസ്, നമുക്ക് ഈ DBMS ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ജനറൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഡിഫറെൻറ്റ് യൂസേഴ്സിന് നമ്മൾ ഡേറ്റാസ് ഷെയർ ചെയ്യുന്നു എങ്കിലും ആ ഒരു ജനറൽ സ്ട്രക്ചർ ഫോളോ ചെയ്തായിരിക്കും ഡേറ്റാസിനെ അയക്കുന്നത്. ഓക്കെ. അതായത് തോന്നുന്ന വഴി എല്ലാ ഡേറ്റാസിനെ അയക്കുന്നത് ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു മിനിമം ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് ആര്? DBMS. അതാണെന്ത്? എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കേട്ടോ. യെസ്, ഒരു സ്റ്റാൻഡേർഡ് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്രാഷ് റിക്കവറി. അതായത് എന്തെങ്കിലും ഒരു ഫെയിലുവേഴ്സ്, എന്തെങ്കിലും ക്രാഷസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലുവേഴ്സ് DBMS അല്ലെങ്കിൽ ഡേറ്റാബേസിലുള്ള ഡേറ്റാസിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്ത് അത് റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ആർക്കുണ്ട്? DBMSനുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ അഡ്വാൻറ്റേജ് ഓഫ് DBMS എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കൺട്രോളും ഡേറ്റ റിഡൻഡൻസി എന്ന് പറയും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ എല്ലാ ഡേറ്റാസിനും കീപ്പ് ചെയ്യുന്നുണ്ട്. എഫിഷ്യന്റ് ഡേറ്റ ആക്സസ്. നമ്മൾ എഫിഷ്യന്റ് ഡേറ്റ ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെറൈറ്റി ഓഫ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഓവറോൾ കംപ്ലീറ്റ്നെസ്, അക്യുറസി, കൺസിസ്റ്റൻസി. നെക്സ്റ്റ് ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ഡിസ്ട്രാക്ഷൻസ്, മോഡിഫിക്കേഷൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആര്? DBMS. ഷെയറിംഗ് ഓഫ് ഡേറ്റ ഡിഫറെന്റ് യൂസേഴ്സിന് സൈമിൾട്ടേനിയസ്ലി ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്, ഒരു ജനറൽ ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ക്രാഷ് റിക്കവറി എന്ന് പറഞ്ഞാൽ പല ഡേറ്റാബേസിൽ ഡേറ്റാസിനെ ആണെങ്കിൽ പല ഫെയിലുവേഴ്സിൽ നിന്നാണ് റിക്കവർ ചെയ്യുന്നുണ്ട് ആര്? DBMS കേട്ടോ. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജ് ഓഫ് DBMS പറയുന്നത്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓക്കെ, കാണാം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഓൾവേസ് ബൈ.